എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 100 ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യങ്ങളാണ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവ് ബിപിൻ ചന്ദ്രപാൽ. ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവ് ബിപിൻ ചന്ദ്രപാൽ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സായുധ കലാപത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാസുദേവ് ബൽവന്ത് ഫാഡ്കെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സായുധ കലാപത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വാസുദേവ് ബൽവന്ത് ഫാഡ്കെ. പന്തിഭോജനം സംഘടിപ്പിച്ചത് പന്തിഭോജനം തൈക്കാട് അയ്യാവാണ് പന്തിഭോജനം സംഘടിപ്പിച്ചത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. പ്രീതിഭോജനം സംഘടിപ്പിച്ചത് വാഗ്ഭടാനന്ദനാണ് പ്രീതിഭോജനം സംഘടിപ്പിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം. എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത് എ കെ ഗോപാലനാണ് എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത്. എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ജി ശങ്കരക്കുറുപ്പ്. 1965 ജി ശങ്കരക്കുറുപ്പാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തിയായി മാറിയത്. ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ മലയാളി എസ് കെ പൊറ്റക്കാടിന് 1980 ജ്ഞാനപീഠം ലഭിച്ചു. അദ്ദേഹം ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ മലയാളിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മൂന്നാമത്തെ മലയാളി തകഴി ശിവശങ്കരപ്പിള്ള. 1984 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹമാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മൂന്നാമത്തെ മലയാളി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നാലാമത്തെ മലയാളി എം ടി വാസുദേവൻ നായർ. 1995 എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹമാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നാലാമത്തെ മലയാളി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ അഞ്ചാമത്തെ മലയാളി ഒ എൻ വി കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ അഞ്ചാമത്തെ മലയാളിയാണ് ഒ എൻ വി കുറുപ്പ്. 2007 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആറാമത്തെ മലയാളി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആറാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനിയാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി പാമ്പാറാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത്. ദേശീയ ഗാനം ആലപിക്കാനെടുക്കുന്ന സമയം 52 സെക്കൻഡ് കൊണ്ടാണ് ദേശീയ ഗാനം ആലപിക്കേണ്ടത്. ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം 20 സെക്കൻഡ് കൊണ്ടാണ് ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കേണ്ടത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂറാണ് ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം എന്ന രാഗത്തിലാണ്. ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ലോക ജലദിനം
മാർച്ച് 22-നാണ് ലോക ജലദിനം. ലോക ഭൗമദിനം ഏപ്രിൽ 22-നാണ് ലോക ഭൗമദിനം. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22-നാണ് ലോക ജൈവ വൈവിധ്യ ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. മനുഷ്യ ശരീരത്തിനുള്ളിലെ ഏറ്റവും വലിയ അവയവം കരൾ. മനുഷ്യ ശരീരത്തിനുള്ളിലെ ഏറ്റവും വലിയ അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്, മനുഷ്യ ശരീരത്തിന് ഉള്ളിലെ ഏറ്റവും വലിയ അവയവം കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയും കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി. ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈസ്റ്റീവം എന്നതാണ് ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറേസ സറ്റേവ എന്നതാണ് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വിറ്റാമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രഷ് ഫ്രൂട്ട് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റമിൻ സി ആണ് ഫ്രഷ് ഫ്രൂട്ട് വിറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്റ്റിറോയിഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റമിൻ ഡി ആണ് സ്റ്റിറോയിഡ് വിറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഒഡീസിയാണ് ചലിക്കുന്ന ശില്പം എന്ന പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം. യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടമാണ് യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീറാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കോഴിക്കോട് ജില്ലയാണ് സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ് കുടിയേറ്റക്കാരുടെ ജില്ല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-ന്. 1947 ജൂലൈ 22-നായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24-നായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24-നായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്ര എംബ്ലത്തെ അംഗീകരിച്ചത്
1950 ജനുവരി 26. 1950 ജനുവരി 26-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ, എംബ്ലത്തെ അംഗീകരിച്ചത്. ശ്വാസകോശത്തിൻ്റെ സംരക്ഷണ ആവരണം പ്ലൂറയാണ് ശ്വാസകോശത്തിൻ്റെ സംരക്ഷണ ആവരണം. തലച്ചോറിൻ്റെ സംരക്ഷണ ആവരണം മെനിഞ്ചസ് ആണ് തലച്ചോറിൻ്റെ സംരക്ഷണ ആവരണം. ഹൃദയത്തിൻ്റെ സംരക്ഷണ ആവരണം പെരികാർഡിയമാണ് ഹൃദയത്തിൻ്റെ സംരക്ഷണ ആവരണം. കണ്ണിൻ്റെ സംരക്ഷണ പാളി സ്ക്ലീറയാണ് കണ്ണിൻ്റെ സംരക്ഷണ പാളി. പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കിയതാരാണ്? ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് പാസ്സാക്കിയത്. പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദാക്കിയത് റിപ്പൺ പ്രഭുവായിരുന്നു പ്രാദേശിക ഭാഷാ പത്ര നിയമം റദ്ദാക്കിയത്. മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത 1/10 അല്ലെങ്കിൽ 0.1 സെക്കൻഡ്. 1/10 സെക്കൻഡ് അല്ലെങ്കിൽ 0.1 സെക്കൻഡാണ് മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത. മനുഷ്യൻ്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ്. 1/16 സെക്കൻഡാണ് മനുഷ്യൻ്റെ വീക്ഷണ സ്ഥിരത. മനുഷ്യന് സാധാരണ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ആവൃത്തി 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ്. 20,000 ഹെർട്സാണ് മനുഷ്യന് സാധാരണ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ആവൃത്തി. മനുഷ്യന് സാധാരണ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ആവൃത്തി എത്രയാണ്? 20 ഹെർട്സ്. 20 ഹെർട്സാണ് മനുഷ്യന് സാധാരണ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ആവൃത്തി. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് സി കേശവനാണ് സിംഹള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൂര്യകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. 8 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ടാണ് സൂര്യകിരണം ഭൂമിയിൽ എത്തുന്നത്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡ് കൊണ്ടാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്തുന്നത്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രനാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹം. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ തന്നെയാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ തന്നെയാണ് പ്രഭാത നക്ഷത്രം എന്ന പേരിലും അറിയപ്പെടുന്നത്. പ്രദോഷ നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ശുക്രൻ തന്നെയാണ് പ്രദോഷ നക്ഷത്രം എന്ന പേരിലും അറിയപ്പെടുന്നത്. ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം. ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ 44 നദികളാണുള്ളത്. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിൽ 34 കായലുകളാണ് ഉള്ളത്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3. കേരളത്തിൽ കിഴക്കോട്ട് 3 നദികളാണ് ഒഴുകുന്നത്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 നദികളാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി തന്നെയാണ് ആദംസ് ആപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്റ്റെപ്പീഡിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി. ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം ഏതാണ്? കോക്ലിയാണ് ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം. ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം. പഴങ്ങളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മാമ്പഴമാണ് പഴങ്ങളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മാംഗോസ്റ്റിനാണ് പഴങ്ങളുടെ റാണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.